എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അതായത് ലെഗ് പീസ് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് പറയാം. നമുക്ക് തൈര് വേണം, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് വേണം. അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് ഒരു മല്ലിയില, ഒരു 3 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണ്. അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 വലിയ ടേബിൾ സ്പൂണ്. പിന്നെ നമ്മുടെ ഗരം മസാല ഒരു 1/2 ടീസ്പൂണ്. ഇത്രയെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ടിടാം. നമുക്ക് ഈ ബൗളിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതിലേക്കിടാം. അതുപോലെ തന്നെ തൈര് ഇതിലേക്കിടാം. പിന്നെ നമ്മുടെ ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ, അത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും, അത് നമുക്കിതിലോട്ടിടാം. പിന്നെ നമ്മുടെ പച്ചമുളക്, നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് ഇങ്ങനെ കീറിയിടാം. 2 പച്ചമുളകാണ്. അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു ഇതുണ്ട്, ഇതുപോലെ ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളക് പൊടി. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇടണം. അപ്പോൾ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി നമ്മളിങ്ങനെ വെറുതെ ഒന്ന് പിച്ചിപ്പറിച്ച് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ കറിവേപ്പില നമുക്ക് തണ്ടൊന്നെല്ലാം ഉരുട്ടിട്ട് നല്ല കറിവേപ്പില ഇതിനകത്തിടാം. പിന്നെ നമുക്ക് വേണ്ട ഉപ്പ് വേണം. അത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് അടിക്കാം. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും വേണം. കോക്കനട്ട് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടുമ്പോഴത്തേനും ഒന്നിച്ചിടാം. അപ്പം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇടുവാണ്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതെൻ്റെ ഒരു കണക്കാണ് കേട്ടോ, ഞാനിങ്ങനെ അങ്ങ് ഒഴിക്കുവാണ്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണ് എടുത്തൊഴിക്കാം. ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് ഒഴിക്കുവാണ്. അപ്പം ഇതിനകത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ആദ്യം ഇടാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് കൂടി പോരുത്, ഉപ്പ് കുറഞ്ഞു പോയാലും ഉപ്പ് കൂടി പോരുത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരാവേ. അപ്പം നമ്മുടെ ഇതെല്ലാം കൂടെ അരപ്പെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ കൂട്ടെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണം അതിന് വരുന്നു കേട്ടോ. ഈ നമ്മൾ പെരുംജീരകവും നല്ല ജീരകവും ഒക്കെ ചേർത്തില്ലേ, അതുപോലെ തന്നെ മല്ലിയിലയും. അപ്പം നല്ലൊരു കൂട്ടാണിത് കേട്ടോ. എങ്ങനെ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ ചിക്കനിലേക്ക് പുരട്ടി വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ അരപ്പൊന്നും എടുത്ത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനിലോട്ട് അത് ചേർക്കാവേ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ ചിക്കൻ ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കുക. നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് ഇങ്ങനെ
ഞാനിത് കുറച്ച് നെയ്യ് ഇതിൽ കളഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് നെയ്യ് ഇരിപ്പുണ്ട്. കാരണം ഒത്തിരി നെയ്യ് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ അധികം ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ ഈ ചിക്കൻ്റെ നെയ്യ് ഇച്ചിരി നമ്മൾ വറക്കാൻ നേരത്തൊക്കെ ചിക്കൻ്റെ നെയ്യ് ഇച്ചിട്ട് വേണം, എന്നാലേ അതൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ നെയ്യ് കളഞ്ഞുള്ളൂ, കുറച്ചിരിപ്പുണ്ട് കേട്ടോ, അത് ഞാൻ വെച്ചതാണ്. എന്നാലേ അത് ടേസ്റ്റ് വരത്തുള്ളൂ. ചിക്കൻ എപ്പോഴും കുറച്ച് നെയ്യ് വേണം. നമ്മൾ കറി വെക്കുമ്പോഴാണേലും ഫ്രൈ ആക്കുമ്പോഴാണേലും ചിക്കന് കുറച്ച് നെയ്മയം ഇരിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ എല്ലാ പീസസും ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞെടുക്കണേ. നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാവേ, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഞാനിത് വെച്ച് വെറുതെ തേക്കുന്നുള്ളൂ കേട്ടോ, കാരണം കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിച്ചതിന് ശേഷം നമ്മുടെ ഗ്രേവി ചിലപ്പോൾ നമ്മൾ അരച്ച് വരുമ്പോൾ കുറച്ചെല്ലാം കൂടെ നമുക്ക് കൂടുതൽ കാണും. ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേവി നമുക്ക് ആവശ്യത്തിന് മാത്രം പുരട്ടിയാൽ മതി കേട്ടോ. ബാക്കിയെടുത്ത് നമുക്ക് ഫ്രിഡ്ജിലൊരു പാത്രത്തിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിക്കൊക്കെ അത് അതിനകത്തോട്ട് ആഡ് ചെയ്യുക ഈ ഗ്രേവിയെ. അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം എടുക്കുക. പക്ഷെ നല്ല തിക്കായിട്ട് തേച്ച് പിടിപ്പിക്കണേ, നല്ല തിക്കായിട്ട് തേച്ച് പിടിക്കും. ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ വെച്ചാൽ മതി, എന്നുണ്ടെങ്കിൽ മുഴുവൻ വരട്ടെ. ഞാനിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കറിക്കൊക്കെ എടുക്കും. വൈകിട്ട് ഞാൻ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ഞാൻ ഈ ഗ്രേവി ഇടും. ഇതുപോലെ നന്നായിട്ട് നമുക്ക് മൊത്തം പുരട്ടി വെക്കാവേ. നന്നായിട്ട് അതിനുള്ളിലെല്ലാം ഇറങ്ങണം കേട്ടോ, എന്നാലേ അത് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതായത് ഗ്രേവി എല്ലാം കൂടെ പുരട്ടി കഴിഞ്ഞാൽ ചിക്കനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ വറക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് വരുന്നത്. ഞാൻ ഗ്രേവി കുറച്ചുകൂടി ഇതിനകത്തോട്ട് ഇടുവാണ്. എനിക്കിത് ഇത്രയും ഗ്രേവി മിച്ചം വന്നത് കണ്ടോ, ഇത്രയും മിച്ചം വന്നത് ഒരു ടേബിൾ സ്പൂൺ ഗ്രേവിയെ മിച്ചം വന്നുള്ളൂ. അത് ഞാൻ വൈകുന്നേരം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടും. അപ്പം നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ ബ്രഷ് കൊണ്ടെന്ന് വെച്ചാൽ അത്രയും ഒക്കത്തില്ല. നന്നായിട്ട് എല്ലാം കൂടെ അരച്ച കൂട്ടാണ്ട് നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം, എന്നാലേ അതൊരു നല്ല ടേസ്റ്റായി വരത്തുള്ളൂ. ഞാനിങ്ങനെയാണ് എപ്പോഴും ചിക്കൻ വറക്കുന്നത് കേട്ടോ. പിന്നെ പെരിഞ്ചീരകമോ നല്ല ജീരകമൊക്കെ ചേർക്കും ഞാൻ, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ആ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ വിനാഗിരിക്കകത്ത് കഴുകിയെടുക്കണം, അപ്പോൾ നല്ലതായിട്ട് അതിൻ്റെ ആ ഇറച്ചിയുടെ ചോരമയം എല്ലാം നന്നായിട്ട് പോകും. നമ്മുടെ ഈ വിനാഗിരിക്കകത്ത് കുറച്ചിട്ട് ഇത് കഴുകിയെടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് അതിൻ്റെ ചോരമയൊക്കെ പോയി കിട്ടും. അങ്ങനെ നല്ല ക്ലീനും ആകും. ചിലർ അത് വിനാഗിരിയൊക്കെ ഒഴിച്ച് വെക്കും, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വിനാഗിരി ഞാൻ കഴുകിയെടുത്തു. ചിലർ നാരങ്ങാനീര് ഒഴിക്കും, ഞാൻ തൈരാണ് ഒഴിക്കുന്നത്. നാരങ്ങാനീരും തൈരും എന്ത് വേണം യൂസ് ചെയ്യും, പക്ഷേ തൈരാണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആകാനായിട്ട് കുറച്ചുകൂടെ നല്ലത് നാരങ്ങാനീരിനെ കാട്ടി. അപ്പം നമ്മൾ നന്നായിട്ട് കണ്ടോ എല്ലാം മൊത്തം നന്നായിട്ട് ഇതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ ഇരിക്കട്ടെ നല്ലതായിട്ട്. എന്തായാലും ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് വറക്കുന്നുള്ളൂ, കാരണം വൈകിട്ടത്തേനാണ്. അപ്പോൾ 2 മണിക്കൂർ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ തന്നെ എടുക്കുമെന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജിലോട്ട് അങ്ങ് കയറ്റി വെക്കും. ഫ്രീസറിൽ കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കുക, താഴ്ത്തട്ടി വെക്കും. അപ്പോൾ നന്നായിട്ട് ഇത് കുറച്ച് നേരം അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും വറുത്തെടുക്കുമ്പോഴത്തേനും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് നല്ല ഭംഗിയാക്കി കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് കയറ്റി വെക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ വറക്കാൻ നേരത്തെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വറക്കുമ്പോഴത്തേനും കാണാം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ നേരത്തെ 2 മണിക്കൂർ മുമ്പ് മിക്സ് ചെയ്ത് വെച്ചാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കന് ഞാൻ വറക്കാനായിട്ട് എടുക്കാൻ പോവാണ്. നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇത് നല്ല മസാലയെല്ലാം നല്ല സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാ പീസിനകത്തും മസാല നന്നായിട്ട് പിടിച്ച് നല്ല
ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നന്നായിട്ടിരിപ്പുണ്ട്. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ നല്ലൊരു ടേസ്റ്റ് കൂടും. കാരണം അതിനകത്ത് എല്ലാ മസാല എല്ലാം നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വറുത്തെടുക്കുമ്പോൾ. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇത് വറുത്തെടുക്കാം. അപ്പോൾ അടുപ്പ് കത്തിക്കാം. നമുക്ക് ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നമ്മുടെ തവ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കാരണം ഞാനിന്നിവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സവോള ഞാൻ വറുത്ത് കോരിയ എണ്ണയാണിത്. സവോള വറുത്ത് കോരിയ എണ്ണയാണ്. അതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. കാരണം അപ്പോൾ അത് നമുക്ക് വെറുതെ കളയണ്ടല്ലോ. അപ്പം ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ വൈകുന്നേരം ബിരിയാണിയോ അതുപോലെ തന്നെ നെയ്ച്ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എല്ലാ ശനിയും സാറ്റർഡേയും ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സവോള വറുത്ത എണ്ണയാണ് ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. അത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ ചിക്കൻ വറുക്കാൻ പോവാം. എന്നിട്ട് ഈ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ബിരിയാണിക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഈ എണ്ണയ്ക്കകത്ത്, അതുകൊണ്ടാണ് ഈ സവോളയുടെ പീസൊക്കെ കിടക്കുന്നത് കേട്ടോ. അതായത് ഞാൻ നിങ്ങളോർക്ക് തന്നെ എണ്ണയെന്ന് ഓർക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സവോള വറുത്ത എണ്ണ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയല്ല എടുത്തത്. നിങ്ങൾക്ക് വേണേൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണ വെറുതെ വേസ്റ്റ് ആണെന്ന് ഓർത്തുകൊണ്ട് കുറച്ച് മുമ്പ് സവോള വറുത്ത എണ്ണയാണ്, അതുകൊണ്ട് ഇത് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെണ്ണയാണ് യൂസ് ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഓരോ പീസ് ചിക്കൻ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നാല് പീസ് ചിക്കൻ നമ്മൾ സൂപ്പറായിട്ടിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഒരു സൈഡൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. നല്ല മണം വരുന്നുണ്ട്. ഇപ്പം ചിക്കൻ ഇതിനകത്ത് ഇട്ടപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. കാരണം കുറേ നേരമായിട്ട് നമ്മളിതെല്ലാം പരത്തി വെച്ചേക്കുമല്ലായിരുന്നു. അതുകൊണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. സൂപ്പർ മണം വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു സൈഡ് ഒരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാവേ. അതൊക്കെ തിരിച്ചിടണം. മുഖത്തൊക്കെ എണ്ണ തെറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതൊക്കെ സൂക്ഷിച്ച് തിരിച്ചിടണം. തിരിച്ചിടുമ്പോൾ ആദ്യമായിട്ടൊക്കെ കൊച്ചു പിള്ളേരൊക്കെ വറക്കുന്ന സമയത്ത് കാണുമൊക്കെ ആണെങ്കിൽ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം. വളരെ ഈ അടുത്ത് ചെയ്യുന്ന പരിപാടിയെല്ലാം വളരെ ശ്രദ്ധിച്ച് ഈ കുഴിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ നല്ലപോലെ ശ്രദ്ധിച്ചില്ല, നമ്മുടെ മുഖത്തൊക്കെ എണ്ണ തെറിക്കും. ഇതൊരു ശകലം കൂടെ ആയിട്ട് മുരിയാനുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അപ്പുറത്തോട്ടാക്കിയിടാം. അങ്ങേ അറ്റത്ത് കിടന്നുകൊണ്ട് അതൊന്ന് മുറിഞ്ഞു വരാത്തി താമസമാണ്. തീ എല്ലായിടത്തോട്ടും പോകുന്നില്ല. കാരണം ഇത് ഒരുപാട് തീ കൂട്ടിയിട്ടാലും കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് മൂന്നെണ്ണം ഏകദേശം വൺ സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ടാവട്ടെ കിടക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ എങ്ങനെയായി നമുക്ക് നോക്കാം. ഇവനെന്തോ എന്നോടൊരു ഇച്ചിരി പിണക്കം പോലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവനങ്ങോട്ട് ശരിയാവുന്നില്ല. ഇത് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് കിടക്കും. നോക്കാം, അവൻ മാത്രം ഒന്നും ശരിക്കും ഫ്രൈ ആയിട്ടില്ല. അങ്ങനെ വിട്ടാൽ കുഴപ്പമില്ലല്ലോ. നല്ല ഫ്രൈ ആയിട്ട് കിടക്കുന്നു. എന്താ ഇത്ര പിണക്കം? അപ്പോൾ ബാക്കിയൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പം നമ്മുടെ ചിക്കനെല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനെല്ലാം മുരിഞ്ഞു നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നോക്കി വേറൊരു അടുപ്പിൽ നിന്ന് നോക്കാം. നിങ്ങൾ നോക്കാം ഞാൻ എന്തെല്ലാം പണിയാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള വേറൊരു അടുപ്പിൽ വെച്ചേക്കുവാണ്. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നാളെ ഞങ്ങൾ കപ്പയും ചിക്കൻ കറിയാണ്. ചിലപ്പം ബീഫും ചിക്കൻ കറി ആയിരിക്കും. എല്ലാ ഞായറാഴ്ചയും സൺഡേയിലും ഞങ്ങൾ കപ്പ മേടിക്കും കേട്ടോ. കപ്പയും ചിക്കൻ കറി, ബീഫും ചിക്കൻ കറി ഇങ്ങനെ മാറി മാറി. കപ്പയില്ലാത്ത ഒരു സൺഡേ ഇല്ല ഇവിടെ. അപ്പം അതുകൂടെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ഞാൻ വെറുതെ കാണിച്ചെന്നുള്ളേ ഉള്ളൂ. ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ നമുക്ക് പിന്നിടാം.
അത് 2-3 ഇത് വഴറ്റിയൊക്കെ എടുക്കുന്ന എളുപ്പം ഉണ്ടാക്കുന്ന ചിക്കൻ കറി വേറെ ഉണ്ട്. കപ്പക്കൊക്കെ ആകുമ്പോൾ കുറച്ച് വഴറ്റിയെടുക്കുന്ന നല്ലത് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാവേ. ഓക്കെ, അപ്പം നമ്മുടെ നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.